സൂര്യണ്ണന്റെ കറുപ്പ് എന്ന സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പരിശോധിക്കാം. സിനിമയുടെ കഴിഞ്ഞ 27 ദിവസത്തെ. അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്സ് വ്യൂ സിരിപ് ചാനൽ. നമ്മുടെ കറുപ്പ് എന്ന സിനിമ നമ്മുടെ RJ ബലാജിയാണ് സംവിധാനം ചെയ്തത്. മ്യൂസിക് നമ്മുടെ സൈ അബേങ്കർ ആണ്. തൃഷ, RJ ബലാജി, ഇന്ദ്രൻ സേട്ടൻ എന്നിവരൊക്കെയാണ് സിനിമയിലെ പ്രധാന വേഷങ്ങൾ അഭിനയിച്ചത്. എന്തെങ്കിലും പടത്തിന്റെ ബോക്സ് ഓഫീസ് പരിശോധിക്കാം. ഇന്നാണ് ആമസോൺ പ്രൈമിലെ പല ഭാഷകളിലെ സിനിമ OTT റിലീസിന് വന്നത്. അത് മാത്രമല്ല, ഒരു പ്രശ്നമുണ്ട് OTT റിലീസിന് ശേഷം. സിനിമയുടെ കളർ ഗ്രേഡിംഗ് വളരെ മോശമാണെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. OTT റിലീസിന് ശേഷം ആമസോൺ പ്രൈമിന്റെ ഭാഗത്ത് നിന്ന് എത്രയും വേഗം ആ ഒരു ഇഷ്യൂ സോർട്ട് ഔട്ട് ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. സിനിമയുടെ തമിഴ്നാട് ബോക്സ് ഓഫീസിനെ പരിശോധിക്കാം. സിനിമയുടെ തമിഴ്നാട് ബോക്സ് ഓഫീസ് 166,34,00,000 ഗംഭീരമായ ബോക്സ് ഓഫീസ് തന്നെയാണ് തമിഴ്നാട് നിന്ന് നമ്മുടെ കറുപ്പ് സിനിമ നേടിയെടുത്തത്. നമ്മുടെ സൂര്യണ്ണന്റെ തന്നെ ഹയസ്റ്റ് ഗ്രോസിംഗ് ആണ് 166,34,00,000 തമിഴ്നാട് ബോക്സ് ഓഫീസില്. ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ കളക്ഷൻ അപ്രോക്സിമേറ്റ് ആയിട്ട് 77,25,00,000. സിനിമയുടെ തിയേറ്ററിക്കൽ റൈറ്റ്സ് മേടിച്ചത് 40 കോടിക്കാണ്. 190% റിക്കവറി സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. സിനിമയുടെ ഡിസ്ട്രിബ്യൂട്ടറിന് പ്രോഫിറ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ലാഭം 37,25,00,000. നാലാമത്തെ ബുധനാഴ്ചയും സിനിമയ്ക്ക് തമിഴ്നാടിന് 50 ലക്ഷമാണ് ബോക്സ് ഓഫീസ് കാണാൻ സാധിച്ചത്. 12% ഗ്രോത്ത് ആണ് കാണാൻ സാധിച്ചത്. സത്യം പറഞ്ഞ റിലീസിന് മുമ്പായിട്ടും ഓഡിയൻസ് പെട്ടെന്ന് തന്നെ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു എന്നതിനൊരു എക്സാമ്പിൾ തന്നെയാണ് ഇന്നലത്തെ 50 ലക്ഷം തമിഴ്നാടിൽ നിന്ന്. എന്തായാലും പടത്തിന്റെ കേരളത്തിലോട്ട് വരുവാണെങ്കിൽ സിനിമ കേരളത്തിൽ 14,39,00,000. ആ ഒരു കളക്ഷൻ തമിഴിൽ നിന്ന് പുറത്തിറങ്ങിയ ബ്ലാസ്റ്റ് പടം തകർക്കാൻ ഹൈ ചാൻസ് കാണുന്നുണ്ട്. ഇന്നലെയും ബ്ലാസ്റ്റ് പടത്തിന് 30 ലക്ഷത്തിന് മുകളിലാണ് ഗ്രോസ്. ഇപ്പൊ തന്നെ സിനിമ 13 കോടി എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ കർണാടകയാണ്. കർണാടകയിൽ നിന്ന് സിനിമയ്ക്ക് 24,35,00,000 ബോക്സ് ഓഫീസ്. തെലുങ്കെന്ന സിനിമയ്ക്ക് 37,64,00,000. തെലുങ്കിലും സിനിമയ്ക്ക് മാസീവായ ബോക്സ് ഓഫീസാണ് കേൾക്കാൻ സാധിച്ചത്. പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ആയിട്ട് സിനിമയ്ക്ക് 3,20,00,000. സിനിമ ടോട്ടൽ ഡൊമസ്റ്റിക് മാത്രം ഇന്ത്യൻ ഗ്രോസ് 245,92,00,000 അപ്രോക്സിമേറ്റ്. ഇനി വിദേശത്തെ ബോക്സ് ഓഫീസാണ്. ഈ സിനിമ ഇന്ത്യയുടെ വെളിയിൽ നിന്ന് മാത്രം ഓൾമോസ്റ്റ് 81 കോടിനടുത്താണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഇനി വേൾഡ് വൈഡ് റിപ്പോർട്ട് തന്നെയാണ്. വേൾഡ് വൈഡ് സിനിമയ്ക്ക് 326,93,00,000 സിനിമേൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ നമ്മുടെ 27 ദിവസം കൊണ്ട്. ഫൈനൽ ബോക്സ് ഓഫീസ് സിനിമയുടെ തിയേറ്ററിക്കൽ റൈറ്റ്സ് ഒക്കെ 70 കോടിക്കാണ് മേടിച്ചു പോയത്. ഇപ്പം നിലവിലെ സിനിമേൻ്റെ വേൾഡ് വൈഡ് ഷെയർ നിലവിൽ 150,92,00,000 കേൾക്കാൻ സാധിക്കുന്നുണ്ട്. വേൾഡ് വൈഡ് റിക്കവറി സിനിമയ്ക്ക് 215%. വേൾഡ് വൈഡ് പ്രോഫിറ്റ് 80,92,00,000. സിനിമേൻ്റെ തമിഴ് പകർപ്പ് മാത്രം 206 കോടിനടുത്താണ് കളക്ഷൻ. തെലുങ്ക് 39 കോടിയാണ്. ഓൾമോസ്റ്റ് പടം 25 ദിവസം കൊണ്ട് തന്നെ 325 കോടി നേടിയെടുത്തിട്ടുണ്ട്. മെഗാ ബ്ലോക്ക് ബസ്റ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്തു പറയാം സിനിമേൻ്റെ ബോക്സ് ഓഫീസ് കാണുമ്പോൾ. എന്തായാലും ഓൾ ടൈം 10 ഹയസ്റ്റ് ഗ്രോസിംഗ് തമിഴ് സിനിമേൻ്റെ ലിസ്റ്റിൽ നമ്മുടെ അമരൻ സിനിമേൻ്റെ തൊട്ട് പിന്നാലെ തന്നെയായിട്ടാണ് നമ്മുടെ കറുപ്പ് സിനിമേൻ്റെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമ്മുടെ കറുപ്പ് സിനിമേൻ്റെ ഒഫീഷ്യലായ വേൾഡ് വൈഡ് പോസ്റ്ററിൽ നിലവിൽ 340 കോടിയാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും പടം നിലവിൽ 326 കോടിയാണ്. ഓൾമോസ്റ്റ് ഒരു വേരിയേഷൻ കാണുന്നുണ്ട് സിനിമേൻ്റെ ഒഫീഷ്യൽ പോസ്റ്റർ ആണെങ്കിലും സിനിമയുടെ ട്രാക്കേഴ്സിൻ്റെ കളക്ഷൻ ആണെങ്കിലും. എന്തായാലും നല്ലൊരു മാസീവായ പോസ്റ്റർ തന്നെയാണ് സിനിമ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തിറക്കിയത്. എന്തായാലും ബിസിനസ് കളക്ഷൻ ഉൾപ്പെടെയായിട്ട് സിനിമയ്ക്ക് എന്തായാലും 340 കോടി ഉറപ്പായിട്ട് ലഭിച്ചിട്ടുണ്ടാവും. പക്ഷേ ഗ്രോസ് ആയിട്ട് 340 കോടി ഒന്ന് വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. എന്തായാലും ഇപ്പോൾ നമ്മുടെ ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട്. പടം കണ്ടവർ എന്തായാലും മറക്കാതെ പടത്തിൽ അഭിപ്രായം ബുക്സ് ചെയ്യപ്പെടുത്തുക. എന്തെങ്കിലും കാത്തിരിക്കുന്നേ ചെയ്യാൻ നമുക്ക് കൂടുതൽ സിനിമകളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്സ് വ്യൂ സിരിപ് ചാനൽ.